Namaskaram. Before we go into the video, I will just take 1 minute of your time. My name is Sriram Hari. I am a grandson of Palakkad Rama Bhagavathar, and I am very happy to meet you all through this 100 Agraharams project. It is my endeavor to document each Agraharam with videos, images, interviews with people, collecting data points which include demographics, and put them all into a website which is accessible by everyone. எல்லாரும் இந்த வெப்சைட்டை பார்க்குற மாதிரி செய்யணுங்கிறது என்னோட ஆக்கிரகம். இந்த வீடியோவில் நிறைய பெரியவா பேசியிருப்பா இந்த அக்ரஹாரத்தை பற்றி, நிறைய ஹிஸ்ட்ரி பாயிண்ட்ஸு, டீட்டெயிலு, பின்ன நடக்கிற ரிச்சுவல்ஸு, வேரியஸ் ஃபெஸ்டிவல்ஸ் எல்லாத்த பற்றியும் பேசியிருப்பா. My request to you is, whoever is seeing this video, if you belong to this agraharam, or if your elders belong to this agraharam, or if you have more data about this agraharam, kindly share it with me on the WhatsApp number which is given below. This data will go into the same website and enrich all the people who are watching it. This is my kind request to you all. Namaskaram. കൊല്ലങ്കോട് പെരുമാകോവിൽ ദേവസ്വം ശ്രീ ലക്ഷ്മിനാരായണ സ്വാമി ക്ഷേത്രമാക്കുന്ന കോവിൽ. ഞാൻ വന്ന് KN ത്യാഗരാജ മാസ്റ്റർ, ഇപ്പോഴത്തെ മാനേജിംഗ് ട്രസ്റ്റി, മലബാർ ദേവസ്വം ബോർഡ് കീഴിലേക്കുന്ന കോവിൽ. പിന്നെ ഒരു ശിവൻ കോവിലും കൂടി ഉണ്ട്. മലബാർ ദേവസ്വം കീഴിൽ இந்த 2 കോവിലും ഒരു സ്കൂളുമാക്കും അസറ്റ്. இந்த ലക്ഷ്മിനാരായണ പെരുമാൾ കോവിൽ സുമാർ 300 കൊല്ലത്തെ പഴക്കമുണ്ട്. இந்த கொல்லங்கோட்டில் இருந்து பொள்ளாச்சி ரோட்டில் இங்கேருந்து சுமார் 4 கிலோமீட்டர் அந்த பாலக்கோடு சொல்லிட்டு ஒரு இடம் இருக்குது. அந்த இடத்துல பெரிய கிருஷித்தலமாக்கும். அந்த கிருஷித்தலத்தில் முன்ன பிராமணாவோட கிருஷியாக இருந்தது. அது ஒரு வருஷத்தில் இப்படி கிருஷிக்கு வித்து போடுறதுக்கு வேண்டி உழுந்துற சமயத்தில் கந்து கூட்டுவாள் வாழ அந்த சமயத்தில் ஒரு விக்கிரகம் கிடச்சிது. அந்த விக்கிரகம் பார்த்தோன்னா விஷ்ணு லட்சுமியான விக்கிரகமாயிட்டாக்கும். அவள் அன்னത്തെ ஜோடிசில் கூப்பிட்டு பிரச்சனைலாம் வச்சு பார்த்தோன்னா இந்த கிராமம் அன்றைக்கி நேரத்தை இருக்குது, சின்ன ஒரு கிராமமாக இருக்குது. இந்த கிராமத்தில் வந்து இது பிரதிஷ்ഠிக்கணும்னு சொல்லி அவளுக்கு பிரശ്നവശാൽ കണ്ടെത്തുന്ന അടിസ്ഥാനത്തിൽ സുമാർ ഒരു 300 കൊല്ലத்துக்கு മുന്നേ ഇங்கே പ്രതിഷ്ഠിച്ചാക്കും இந்த விக்கிரகம் லட்சுமிநாராயண பெருமாள். പിന്നെ ഒരു കൊഞ്ചക്കാലം കഴിഞ്ഞ് 1928 കുംഭാഭിഷേക സമയത്തിൽ വിഗ്രഹത്തെ വൃത്തിയാക്കുന്നതിന് വേണ്ടി എടുത്തോണം കൈ ഒടിഞ്ഞു കൊടുത്തു. കൈ ഒടിഞ്ഞോണെ കുംഭാഭിഷേകത്തിന് നാളുമായി അയച്ച് അധികം നാളിലെ വരണം. അന്നത്തെ കാലത്തിലെല്ലാം എല്ലാവരും വലിയ എല്ലാ പണക്കാരിലാണ്. വേഗം തഞ്ചാവൂർക്ക് പോയി ഒരു കവചം, വെള്ളിയിലൊരു കവചം കൊണ്ടുവന്ന് இந்த വിഗ്രഹത്തെ നെറ്റും പൂട്ടലും പോട്ട് കവചം പണി വെച്ചിരിക്കാം. അത് കവചം പെടുക്കാൻ സാധിച്ചിട്ടില്ലേ. അതിന് ശേഷം 4-5 കുംഭാഭിഷേകം കഴിഞ്ഞ് അയച്ചു. അതൊക്കെ ഇത് ചരിത്രമായി ചരിത്രമുള്ളത്. പിന്നെ അന്നൊക്കെ ഒരു നല്ല 10-30,000 രൂപ പറ നെല്ല് പാട്ടം വരത്തക്കനെ ഭൂമിയെല്ലാം എഴുതി വെച്ചിരിക്കാം കോവിൽ നന്നാ നടക്കത്ത് കൊണ്ടിട്ട്. പക്ഷേ இந்த ഭൂപരിഷ്കരണ നിയമം വന്നോണ്ട് അതെല്ലാം പോയെടുത്ത് ഇപ്പോൾ ഒരു 15,000 രൂപ ആനിയിട്ട് ദേവസ്ഥത്തിന് കിടക്കണം പറത്താൻ. പിന്നെ ഗ്രാമബ്രാഹ്മണ സമൂഹത്തോട് സഹായം, ഭക്തജനങ്ങളുടെ സഹായം കൊണ്ട് ഇപ്പോൾ കോവിൽ നിർത്തി നടന്നു പോയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അഷ്ടമി രോഹിണി, അതുപോലെ ഇഞ്ചത്തെ വിശേഷങ്ങൾ വെള്ളിയാഴ്ച മകരസംക്രമം, മാടസംക്രമം, അഷ്ടമി രോഹിണി, ഉറിയടി, പിന്നെ വെങ്കടാചലപതി വിളക്ക് വയ്ക്കൽ, നവരാത്രി ഇതെല്ലാം ഉണ്ട്. പിന്നെ മാടമാസത്തിൽ തിരുവോണം തൊട്ട് രോഹിണി വരെയുള്ള 10 നാளைക്ക് രഥോത്സവം.
രണ്ട് തേരുണ്ട്. അതിൽ രണ്ട് തേരും മുൻകാലത്തിൽ രാജകോവിലം കൊല്ലംകോട് വെങ്ങനാട് കോവിലമിലുവാ. അപ്പോൾ വെങ്ങനാട് കോവിലത്തിലുള്ള തമ്പുരാട്ടി വകയായിട്ട് തந்தாക്കും രണ്ട് തേരും அந்த காலத்தில் கொஞ்சம் வருஷங்களுக்கு முன்னால். அதுப்போ கேடு வந்து ரொம்ப டேமேஜ் ஆனதுனால இப்போ அதெல்லாம் போய் வேறு ரெண்டு சின்ன தேர் நாங்கள் உண்டாக்கி வச்சுருக்கோம். അതിലേക്കും ഇപ്പോൾ രഥപ്രയാണമെല്ലാം നടക്കുന്നത്. പിന്നെ അതാക്കും പ്രധാന ഉത്സവം. ബാക്കി നിത്യ പൂജ നടന്നു പോയിട്ടിருக்கு, ഉത്സവങ്ങൾ നടന്നിട്ടുണ്ട്. ഉറിയടി வந்து நம்ம അഷ്ടമി മണി കഴിഞ്ഞ് ഏകാദശി അന്നേക്ക് ഉറിയടി നടത്തുക. ഇതാക്കും ഇഞ്ചത്തെ സമ്പ്രദായം. പിന്നെ കാർത്തിക ദീപം വിളക്ക് അതെല്ലാം ഇവിടെ വിശേഷങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ശിവൻകോവിൽ ശിവക്ഷേത്രം മീനാക്ഷി സുന്ദരസ്വാമി ശിവക്ഷേത്രമാക്കും. ഇതേ ദേവസ്ഥത്തോട് അടുത്ത ലൈനിൽ അങ്കേയും வந்து കോവിലകത്തിലെ കാര്യസ്ഥന്മാരായിട്ട് പണ്ട് കാലത്തിലെ ഒരു 8 ബ്രാഹ്മണ ഇരുന്ന. അപ്പോൾ കിഴിക്കാരൻ തെരുവ് ചൊല്ലുക. അന്നത്തെ ട്രഷറർക്ക് ഉള്ള പേരാക്കും കിഴിക്കാരെന്നുള്ളത്. അപ്പോൾ കിഴിക്കാരൻ തെരുവ് എന്ന പേര് പിന്നെ ഇപ്പോൾ അത് ശിവൻകോൽ തെരുവ് എന്നുള്ള പേരിലേക്ക് പറയപ്പെടുന്നത്. അங்கே வந்து மீனாட்சி சுந்தரசாமி ആദ്യം ശിവൻകോൽ മാത്രമാണ് അത് ശിവപ്രതിഷ്ഠ. അപ്പോൾ அந்த லைனில் ஆளுக்கு ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം വരുന്നവനാണ്. അതേ ലൈനിൽ ഒരു പെരിയൊരു മഠം ഇരിക്ക്, നായന്മാരുടെ നെയ്തിലത്ത് മഠം. അവ പെരിയ പണക്കാരിലാക്കും. അപ്പോൾ അവ പ്രശ്നം വെച്ച് பார்த்தோன்னா ഒരു ദേവിയുടെ പ്രതിഷ്ഠ കൂടി അങ്ങ് വേണം ജോലി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതും ഒരു ഏകദേശം 300 കൊല്ലത്തിന് മേലെ ആയിട്ട് അന്ന കോവിലൊക്കെ ആദ്യം വന്നത്. ശിവ 400 കൊല്ലത്തെ പഴക്കമുണ്ട്. അന്ന് ദേവി പ്രതിഷ്ഠ നടത്തിന അപ്പോൾ മീനാക്ഷി സുന്ദരേശ്വര സ്വാമി കോവിലാച്ച്. പിന്നെ ശിവാഗമം അനുസരിച്ച് നമ്മൾ തമിഴ് സമ്പ്രദായത്തിലുള്ള ശിവാഗമം അനുസരിച്ചിട്ടാക്കും അങ്ങനെ പൂജകൾ. വൈകാനസ ആഗമമാക്കും. അപ്പോൾ അവ ദേവി പ്രതിഷ്ഠ നടത്തുന്നതിനാലെ അവളുടെ വകയായിട്ട് അവളും നിറയെ നെല്ല് നീക്കി വെച്ചിരിക്കുക. പാട്ടമുണ്ട്. അന്നത്തെ കാലത്തിൽ പാട്ടം വന്നിട്ടാക്കും. രണ്ട് കോവിൽ നന്നാ നടന്നിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള പിരിവുമില്ലേ. 1973 വരെ യാതൊരു വിധത്തിലുള്ള പിരിവുമില്ലാതെ നെല്ല് വരും, അത് വിൽപ്പ, എല്ലാ പൂജകളും നന്നാ നടക്കും. ഉത്സവങ്ങൾ എല്ലാം നന്നാ നടക്കും. ആർക്കും പണപ്പിരിവൊന്നുമില്ല. തൊഴുത് പോകലാൻ പറഞ്ഞു. അവ വകയതാ കൊടുത്തുകളെന്നെല്ലാക്കി അത്ര അത് നടന്നിരുന്ന കോവിലാക്കും. പിന്നെ എല്ലാ വിധത്തിലുള്ള കലാപരിപാടികൾ, പാട്ട് കച്ചേരി തുടങ്ങിയിട്ടുള്ളത്, ആധ്യാത്മിക കാര്യങ്ങൾ, സപ്താഹം, ഭജന എല്ലാം അത്രയും നന്നാ നടന്നിട്ടുള്ളതാക്കും. 73 ശേഷം ഭൂവിപക്ഷ നിയമം വന്നോണേ അതുക്കടലെ 1930 இந்த ബ്രാഹ്മിൻസ് തമ്മിലേ ഒരു ചിന്ന ഒരു പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ അവ രണ്ടുപേരുമായിട്ട് കോവിലെ സമൂഹം നടത്തി കോവിലെ ദേവസ്വത്തിൽ കൊടുത്തു. അന്നേക്ക് മദ്രാസ് ഗവൺമെൻറ് ആക്കും. കേരള വന്നിട്ടില്ലേ. അപ്പോൾ കോയമ്പത്തൂർ HRMCയിൽ ഏൽപ്പിച്ച. അപ്പോൾ അവരുടെ നേതൃത്വം നടന്നിട്ടുണ്ട്. അപ്പോഴും സമൂഹം നടത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഇരുപ്പാം. പിന്നെ 65 ഒരു സ്കീം വന്ന ശേഷം കേരള പുറകിച്ച ഒരു സ്കീം വന്നത് இந்த ഗ്രാമത്തിലുള്ള 5 പേരെ തിരഞ്ഞെടുത്തിട്ട് മാനേജ് ലിസ്റ്റാക്കണം ചൊല്ലി. ഇപ്പോൾ கொஞ்ச നാളേക്ക് ശേഷം ഗ്രാമത്തിൽ വീടെല്ലാം നോൺ ബ്രാഹ്മിൻസോട് വീടായച്ച്. അപ്പോൾ 10-12 വീട്ടിലാണ് ബ്രാഹ്മണ ഉള്ളത്. ബാക്കി 10-30 വീട്ടിലെയും നോൺ ബ്രാഹ്മിൻസ്. അപ്പോൾ അവ കേസെല്ലാം നടത്തുന്നത്. അതിനാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2011 തൊട്ട് 5 ട്രസ്റ്റിമാരിലെ 3 ബ്രാഹ്മണാളും 2 ജനറൽ. അത് അപ്പോഴായിട്ട് ഇപ്പോൾ ട്രസ്റ്റി ബോർഡ്. ഇപ്പോൾ അതിൽ കേസ് നടന്നിട്ടുണ്ട് 8 കൊല്ലമാണ്. ഇപ്പോഴത്തെ കേസ് വിധിയാച്ചു. ഇപ്പോൾ കേസ് ശേഷം എന്താ മാനേജ് ലിസ്റ്റാക്കിനാണ്. അപ്പോൾ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനോട് രീതി ദേവസ്വത്തിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുക്കുക. 3 ബ്രാഹ്മണ സമൂഹം, അത് മസ്റ്റ് നിർബന്ധം. 2 ജനറൽ സീറ്റ്. അപ്പോൾ 5 ട്രസ്റ്റിമാരോട് ഭരണമാക്കുമ്പോൾ നടന്നിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാ ഭക്തങ്ങളും സഹായം കൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നെ മേടത്തെ മാസം രോഹിണിക്ക് കൊടി ഇറക്കാം. അതുക്കാക്കും പ്രാധാന്യം. അല്ല കൊടി ഏറ്റത്തുക്കല കൊടി ഇറക്കുന്നത് രോഹിണിക്ക് കൊടി ഇറക്കുന്നത്. അതിൻ്റെ കൊടി ഇറങ്ങിയ ശേഷം നമുക്ക് കിട്ടക്ക് ഗായത്രി പുഴയുണ്ട്. ഗായത്രി പുഴയിൽ പോയി സ്വാമി ആറാട്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പുഴയെല്ലാം കേടുന്നതാണ് പോറതിലേ തൊട്ട ശിവൻകോവിലെ ശിവക്ഷേത്ര കുളത്തിലേക്കും ആറാട്ട്. പിന്നെ രോഹിണിയിൽ നിന്ന് ബാക്ക് കടിക്ക് തിരുവോണം ഏകദേശം തിരുവോണമാർക്കും. തിരുവോണത്തിന് കൊടിയേറ്റം ദിവസം വേദപാരായണം, കളഭാഭിഷേകം, രാത്രി സ്വാമി എഴുന്നള്ളത്ത്, പിന്നെ ആധ്യാത്മിക കാര്യങ്ങൾ, പിന്നെ മറ്റേ ക്ഷേത്രകലയായിട്ടുള്ള പരിപാടികൾ, ഭജന എപ്പോഴപ്പെട്ട പരിപാടികൾ നടക്കും. 9ാമത്തെ നാൾക്ക് രഥോത്സവം വരും. സ്വാമി രഥാരോഹണം അത് സമയമെല്ലാം പാത്ത് അതാത് വർഷത്തിലെ രാഹുകാലമെല്ലാം പാത്ത് രഥാരോഹണം കഴിഞ്ഞാൽ പ്രസാദ കൂട്ടി സദ്യയെല്ലാം നിറയുണ്ട്. എല്ലാവർക്കും വരിക. പിന്നെ ഇഞ്ചേന്ന് നമ്മളോട് അവകാശം വന്ന് കൊല്ലംകോട് ടൗൺ അയ്യപ്പൻകാവ് വരെയാക്കും രഥപ്രയാണം. ഇഞ്ചേന്ന് രഥം ആരംഭിച്ച് അതൊക്കെ നമുക്കുള്ള അവകാശമുണ്ട്. ഇപ്പോൾ റോഡിലേറെ ട്രാഫിക് ആണതിനാലെ கொஞ்சம் കഷ്ടം ഇരിക്കുക. എന്തായാലും இந்த വർഷം അടക്കം പോയിട്ടുണ്ട്. രഥപ്രയാണം അയ്യപ്പൻകാവ് വരെ പോകും. അയ്യപ്പൻ തിരിച്ച് വന്നിരുന്ന പിന്നെ പല്ലക്ക് കച്ചേരി, അത് കഴിഞ്ഞ് പിറ്റാനിടയ്ക്ക് രോഹിണിയാണെങ്കിൽ ഒരു 15 മണിയോട് കൊടി ഇറങ്ങി ആറാട്ട്. ഇതാകും ഉത്സവത്തോടത്. ഡെയിലി കളഭാഭിഷേകം എന്നാണ് നടക്കും. ഡെയിലി സമാരാധന ഒരു ചുരുക്കமான രീതിക്കുണ്ട്. തേരനയ്ക്കും ഉത്സവം കൊടിയിറങ്ങാനേക്കും എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ട്, സമാധാനമുണ്ട്. ഓരോരുത്തർ നാളേക്ക് ഓരോരുത്തരൊക്കെ കളഭാഷം നടത്തുക. അത് കൊഞ്ഞക്കാലം അപ്പം നടന്നിട്ടുണ്ട്. എங்களுக்கு ഒരു അന്നത്തെ ബ്രാഹ്മണ കെട്ടുന്ന ഒരു സ്കൂൾ இருக்குது. 1 തൊട്ട് 7 വരെ. അതിപ്പോൾ 7-8 സ്കൂളാക്കും. മലബാർ ദിവസം കീഴേ ഇപ്പം മാനേജർ നാരായിരിക്കും. ഇഞ്ചത്തെ മാനേജർ ലിസ്റ്റാറ് അവ സ്കൂൾ മാനേജർ. ആമാം. 2 കോവിലും அந்த സ്കൂളും അതാക്കും അസറ്റ്. பூஜை வந்து இப்போ ஐயப்பன் சொல்லிட்டு ஒருத்தராக்கும் பண்ணுறான். 25 வருஷமாச்சு. அதுக்கு முன்னே ஆழ்வார் மாத்தம் தான் பண்ணிட்டு இருந்தா. அது இப்போ அப்படி கிடைக்கல. சாதா பிராமணா பண்ணான்னு சொல்லிட்டு
அந்த கோவிலில் சிவா குறுக்கள்மார் பண்ணிட்டு இருந்தா. அதுவும் இப்போ அவளோட வம்சமெல்லாம் കഴിഞ്ഞാச்சு. அவளும் இல்லை. அப்போ പിന്നെ அங்கே ஒரு தற்காலம் இப்போ பூஜைக்கு ஆள் இல்லை. நானாக்கம் பண்ணிட்டு இருக்கேன். நானும் பிள்ளையும் மாறுமே பண்ணுறோம். நாங்கள் எங்கேயா வெளியில் போகும்போது ஒரு நம்பூரியை முட்டை சந்தை நிறுத்துவோம். தேவஸ்துக்கு எழுதி கொடுத்துருக்கு. அவள் கார்ட் ஃபோர் பண்ணிடலை. அதாகும் அங்கேத்த ஸ்திதி. நான் கொல்லங்கோடு பெருமாள் கோவில் கிராமத்திലേക്ക് ജനിച്ചു വളർந்தேன். என்னோடய பேர் ശരിക്കും பேர் சேஷாத்ரி நாக்கும். ஆனால் ரவி சொன்னால் தான் எல்லாருக்கும் தெரியும். எங்கள் அப்பா அதுக்கு முன்னால் இங்கே 10-20 வருஷம் பெரும்பாலும் கோவிலில் மேனேஜ் ட்ரஸ்டியாக இருந்தால். அப்பாவோட பேர் சங்கர நாராயண ஐயர். நானும் இங்கே 10 வருஷம் ட்ரஸ்டியாக இருந்திருக்கேன் கோவிலில். இங்கே 2 கோவில் இருக்குது. ஒன்று சிவனோடும் ஒன்று லட்சுமி நாராயண பெருமாளோடும். லட்சுமி நாராயண பெருமாள் அங்கே மேட மாதத்தில் രോഹിണിയാക്ക ആറാട്ട് പ്രധാനം. இங்கே சிவன் கோவிலில் திருவாதிரை சிவராத்திரி இந்த 2 പരിപാടികളും നന്നായി നടക്കുന്നത്. 400 வருஷத்தோളം கிராமத்துக்கு பழக்கம் உண்டுன்னாக்கும் பூர்வீகர் சொல்லி கேட்டது. இப்போ நாங்கள் கிராமத்தில் ஒரு ஃபேமிலி தான் இருக்கோம். முன்னே 90 வீடோളം கிராமத்தில் இருந்தது பிராமணாரோடு மாத்திரமா. இப்போ எல்லாம் ക്ഷയിച്ച് எல்லாரும் வீடெல்லாம் விற்று பாம்பே பெங்களூர் டெல்லி சொல்லி போயாச்சு. நாங்கள் ஒரு 10-15 பேர் ஃபேமிலி இங்கே உற்சவங்கள்லாம் கொண்டு நடத்துகிறோம். பெருமாள் எங்களோட கீழே இங்கே பெருமாள் கோவில் தேவசம் ஒரு யூபி ஸ்கூலும் இருக்குது. மாமாவோட பேர் கே கிருஷ்ணன். எக்ஸ் மிலிட்ரி ஆக்கு மாமா சதாபிஷேகம் இப்போ கழிஞ்சது. இது மிஸ்டர் ஜவந்தீஸ்வரன். அப்பா பிகேடிபி ஸ்கூலில் மாஷாக இருந்தார். லேட்டு விஸ்வேஸ்வர ஐயர் மாஷு. அவள் அம்மையும் இருந்தால். அவள் சிஸ்டம் ஸ்கூலில் டீச்சராக இருந்தாள். പുലിക്കോട്ട് തെരുവ് റോസുവാദ്യാർ அதுக்கு തൊട്ടതാക്കും വീട്. പെരുമാൾ കോവിൽ ഗ്രാമത്തോട് അതിർത്തി പുലിക്കോട്ട് തെരുവ് വരെയാക്കും. അയ്യപ്പൻകാവ് കിട്ടക്ക വരെ. പഴയ കാലത്തിൽ ബ്രാഹ്മണ അங்கேயும் நிறைய பேர் இருந்தால். இப்போ காலப்பிரயத்தில் 2 வீடு தான் இருக்குது. என்னோட பேர் மனோஜ் ஆகும். நான் கிருஷ்ணமாமாவோட பிள்ளையாக்கும். என்னோடய தாத்தா கேஎஸ் கல்யாணராமையர் இங்கே மேனேஜிங் ட்ரஸ்டியாக இருந்திருக்கா ஸ்கூலில். പിന്നെ ഞാനിപ്പോൾ ബ്രാഹ്മണ സമൂഹത്തോട് പെരുമാൾ കോവിൽ ഗ്രാമ ബ്രാഹ്മണ സമൂഹത്തോട് പ്രസിഡൻ്റ് ആക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ കോവിലോട് കാര്യങ്ങളെല്ലാം கொஞ்சம் நம்ம பாகத்துலேருந்து சப்போர்ட்டும் அதேமாதிரி നമ്മളിങ്ങேருந்து விட்டு போன ஆளுகளை கோஆர்டினேட் பண்ணிவிட்டு கோவில் காரியத்துக்குள்ள கான்ட்ரிபியூஷன்ஸுக்கும் பாக்கியுள்ள காரியத்துக்கெல்லாம் நம்ம கோவிலுக்கு சப்போர்ட் செய்யணும்னு சொல்லிட்டு நம்ம ரிக்வஸ்ட் பண்ணியிருக்கோம். அவள் அதுக்குள்ளே செய்திருக்கா. என்னோட பேர் அனந்த நாராயணன். என்னை கிராம பிராமண சமூகத்தோட செக்ரட்டரி ஆக்கும். என்னோட தாத்தா கே சிதம்பரம் ஐயரோட ஆக்கும். அவரோட பேரனாக்கும் நான் இப்போ ஸ்கூலில் ஒர்க் பண்ணிகிட்டு இருக்கேன். சிவன் கோவிலாக்கும் ஆதியம் வந்திருக்கு. அதுக்கு பெருமாள் கோவில் வந்திருக்கு. பெருமாள் கோவில் லட்சுமி நாராயண பெருமாளாக்கும். அது மடியில் லட்சுமி உட்காந்துருக்கா அது வெள்ளி விக்கிரகம் ஆக்கும். ஃபுல்லும் கும்பாபிஷேகத்துக்கு இலக்கிச்ச மாட்டோம். அப்படியே வெள்ளி விக்கிரகம் ஆரி வச்சிருக்கான்னு யாருக்கும் தெரியாது. அப்படியாக்கும் காய்ச்சையில் வெள்ளி விக்கிரகம் ஆக்கும் மொத்தம். இந்த வெள்ளி விக்கிரகம் வரத்துக்கு முன்னாடி நென்மேனியில் ஏதோ களத்தில் இந்த விக்கிரகம் இருந்தது. அது பால் பசு டெய்லி பகவான் அங்கே இருக்குதுன்னு பசுவுக்கு தெரிஞ்சிருக்கு. அப்போ அந்த பசு என்றைக்கும் அந்த பால் அதுக்கு மேலே சொருத்தும். அப்போவாக்கும் அந்த பசு ஆட்டப்பட்டவனுக்கு டவுட்டு தோന്നിட்டு ஒரு நாளே பார்த்தப்போ அதை என்னவாக்குன்னு அங்கே குளிச்சு பார்த்தப்பாக்கும் அந்த கல் விக்கிரகம் கிடச்சிது. அன்றைக்கி அந்த ஏரியாவில் பிராமண களம் கிருஷியாக இருந்தது. அவள் எல்லோரும் கூடி இங்கே பிரதிஷ்டை பண்ணியதாகும் சொல்லிக்கிட்டுருக்க. என்னோடய மாமா இங்கே மேனேஜிங் ட்ரஸ்டே இருந்தால் எக்ஸு. அப்போ அவள் சொல்லிக்கட்டுள்ள அறிவு என்னோடய அம்மா சொல்லிக்கட்டுற அறிவு வச்சுட்டாங்கன்னு சொல்கிறேன். முன்னாடி ஒரு 90-95 வீடு இருந்தது கிராமம். அதில் அமெரிக்கா, லண்டன், பாம்பே, மദ്രാസ്, ചെന്നൈ, എറണാകുളം എല്ലാം പോയിട്ടുണ്ട്. അവളെല്ലാം തേരുക്കും മറ്റുള്ള വിശേഷങ്ങളും വന്നിട്ടുണ്ടിരിക്കുക.
அவள் வந்துட்டுருக்கா, அவள் குழந்தைகள் வந்துட்டு இருக்கிறதுல அவளும் வரணும். இருந்தால் தான் இந்த 2 க்ஷேத்திரங்களும் நிலநின்று போகும். இங்கே വാഹനങ്ങളില്ല. ഇത് എഴുന്നള്ളത്താക്ക് ലക്ഷ്മീനാരായണ പെരുമാളനോட വാഹനം இல்லை. சிவங்கோலில் പിന്നെ നന്ദി വാഹനം இருக்குது. அது அன்னைக்கெல்லாம் நிறைய பிராமணாக இருந்ததுകൊണ്ട് நந்தியில் பகவானை திருவாதிரைக்கு எடுத்துகிட்டு இருந்தது. അപ്പോൾ ആൾക്കാർ കമ്മിയാனതുകൊണ്ട് നന്ദിയിൽ എടുക്കാതെ அந்த நித்திய பூஜைகளும் மற்றுள்ள சின்ன விசேஷங்கள் போயிட்டு நடத்திட்டு வந்துட்டு இருக்கோம். கொஞ்சம் பிராமணாக தான் இருக்கா. அதில் வயசானவராக்கும் കൂടുതലും യങ്സ്റ്റേഴ്സ് കമ്മിയാക്കും. അപ്പോൾ ബോംബെ ഡൽഹിയിൽ വെളിനാട്ടിൽ പോണ യങ്സ്റ്റേഴ്സിലും വന്നാൽ എല്ലാ ഗ്രാമത്തിലും, இந்த ഗ്രാമം എന്നല്ല എല്ലാ ഗ്രാമത്തിലും നന്നാ നടത്തപ്പറ്റും എന്നാക്കും എന്നോട് അഭിപ്രായം. ഇപ്പോൾ ഗ്രാമത്തിൽ ഓരോരുത്തർക്കും ഓരോ അടിമക്കാവ് വെക്കും. ചിലവർക്ക് മാങ്ങോട്ടാവ് ഇരിക്കാം, പല്ലശ്ശേനി ഇരിക്കലാം, കാച്ചാങ്കുറിച്ചി இருக்கலாம், பைலூர் இருக்கலாம். அப்படி பல அக்கா இவாளெல்லாம் வந்ததுக்கு தஞ்சாவூர்ந்து வந்திருக்கான்னு சொல்லி கேட்டிருக்கேன். ഞാനും തഞ്ചാവൂരിൽ നിന്ന് വന്നിട്ട് ചൊല്ലി കേട്ടു. പക്ഷേ ആര് വന്നാൽ ഒപ്പം വന്നാന്ന് കേട്ടാൽ എനിക്ക് தெரியாது. ഞാൻ പറഞ്ഞു വിടുന്നത് എൻ്റെ ഗ്രാമത്തിലേക്കും. പാലക്കാട്ടിൽ നിന്ന് ഇപ്പോൾ കൊല്ലംകോട് എന്ന് പറയുന്നത് കൊല്ലംകോട് ചൊല്ലുന്നത് ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ പാലക്കാട്ടിലേന്ത് 23 കിലോമീറ്റർ വന്നതെന്ന കൊല്ലംകോട് ചൊല്ലി ഉള്ള ഇതിൽ വന്ന് എത്തിപ്പെടണം. പിന്നെ കിട്ടക്കുള്ള ഗ്രാമങ്ങൾ ആലമ്പള്ളം, പുതുഗ്രാമം, കിഴക്കേ ഗ്രാമം ഉള്ള ഗ്രാമങ്ങളെല്ലാം നമുക്ക് കിട്ടക്കുള്ള ഗ്രാമം.